1450 സ്ക്വയർ ഫീറ്റിൽ 30 ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. 27 ലക്ഷവും കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ 30 ലക്ഷവും. ഈ വീട് എങ്ങനെ നിർമ്മിച്ചു? ഈ ഓപ്പൺ സ്പേസ് വരുമ്പോൾ കോസ്റ്റ് കുറയും. ഒരുപാട് വാളുകൾ നമ്മൾ കട്ടായി പോയി. ഈ വാളുകൾ കട്ടായി പോകുമ്പോൾ ബെനിഫിറ്റ് കൂടുതലാണ്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ? കിച്ചണിൽ ഒരു ഓപ്പൺ കൊടുക്കുന്നത് എല്ലാം ക്ലോസ് ചെയ്യാതെ അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു കിച്ചൺ ഒന്നും കൂടി ഭംഗി കൂടും. ഈ വീട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മാത്രമാണോ? അല്ല, ഊഞ്ഞാല് എല്ലായിടത്തും നമുക്ക് ഇരിക്കാൻ ഇഷ്ടമാണ്. അതെ, എല്ലാ കോർണറിലും നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇരുന്നിട്ട്. നമസ്കാരം, ഞാൻ വിഷ്ണുജൻ, വീട് വൈ വിഷ്ണുജനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഇന്നൊരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താൻ പോവുകയാണ്. 1450 സ്ക്വയർ ഫീറ്റിൽ 30 ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്ത ഈ സുന്ദര സ്വപ്ന മനോഹര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. $1450 സ്ക്വയർ ഫീറ്റിൽ 30 ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. 27 ലക്ഷവും കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ 30 ലക്ഷവും. ഈ വീട് എങ്ങനെ നിർമ്മിച്ചു എന്നറിയാനായിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മലപ്പുറത്തു നിന്നുള്ള നമ്മുടെ ഏറ്റവും ക്ലോസ് സുഹൃത്തായിട്ടുള്ള റഫീഖ്, ആർക്കിടെക്ട് റഫീഖാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം റഫീഖ്. താങ്ക് യു. വെൽക്കം. എന്തുകൊണ്ട് സുഖമായിട്ട് പോകുന്നു? ഉഷാറായി പോകുന്നു. അപ്പോൾ ഈ 1450 സ്ക്വയർ ഫീറ്റിൽ ഇത്രയും സുന്ദരമായിട്ട് രീതിയിൽ ഈ വീട് നിർമ്മിച്ചു. 30 ലക്ഷം രൂപ ടോട്ടാലിറ്റി ആയി എന്ന് പറഞ്ഞു. 27 കൺസ്ട്രക്ഷൻ വീട് സംബന്ധമായിട്ട് ബാക്കി 3 ലാക്ക് വരുന്നത് കോമ്പൗണ്ട്, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം കൂടി. അപ്പോൾ ഈ കോമ്പൗണ്ട് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർഷൻ കംപ്ലീറ്റ് സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എലഗന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സംഭവം വീടുമായിട്ടുള്ള കണക്ഷൻ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ട്രാൻസ്പെറൻസി കൂടിയത് കൊണ്ട് 100% ആയിട്ടും അതിന്റെ ഒരു ലുക്ക് വീടിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ കോസ്റ്റ് സേവ് ചെയ്തു. തീർച്ചയായും. കാരണം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് മെയിൻ ചെയ്യാനുള്ള കാരണം ഡിസ്റ്റൻസ് കുറവാണല്ലോ. അപ്പോൾ സെറ്റ് ബാക്ക് വളരെ കുറവാണ്. കാരണം അതൊരു ഇറിറ്റേഷൻ വരില്ല, ഒരു ഇടുങ്ങൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഓപ്പണിംഗ് ഗ്രില്ല് കോമ്പൗണ്ട് വാളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലാൻഡ്സ്കേപ്പിലേക്ക് വരാം. ലാൻഡ്സ്കേപ്പിലേക്ക് വരുമ്പോൾ ഇതിന്റെ താഴെ ചെയ്തിരിക്കുന്നത് എന്ത് ടൈപ്പ് സ്റ്റോൺ ആണ്? താന്തൂർ സ്റ്റോണാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെടികളുടെ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. 6 months ആയിട്ടുണ്ട് ഇതിന്റെ പാലുകാഴ്ചയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇത് ഓൾറെഡി വളർന്ന അത്യാവശ്യം നല്ല ഗ്രോത്തിലായിട്ടുണ്ട്. അപ്പൊ സിറ്റ് ഔട്ടിൽ ഇരുന്ന പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് വളരെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അകത്തെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ പറയാനുള്ള ഒരു എലിവേഷനിൽ എനിക്ക് കണ്ടിട്ട് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്രിക്കിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മളുടെ ലാറ്ററൈറ്റ് സ്റ്റോൺ ആണ്. അതായത് മലപ്പുറം ജില്ലയിൽ കണ്ടുവരുന്ന കണ്ണൂർ ഇവിടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അവൈലബിലിറ്റിയുള്ള മെറ്റീരിയലാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഈ നാട്ടില് ഇവിടെ ഈ സംഭവം വരാൻ അപ്രോക്സിമേറ്റ് എത്ര കോസ്റ്റ് ആയിട്ടുണ്ടാവും ഒരു കട്ട? അല്ല, എനിക്ക് ഇവിടെ വന്നത് പ്രൈസ് ഇന്നത്തെ പ്രൈസ് അല്ല, അന്ന് വർക്ക് പീരീഡ് വന്ന പ്രൈസ് ഏകദേശം ഒരു 50 rupees പെർ പീസ് വന്നിട്ടുണ്ട്. സൈസ് വന്നിട്ട് ഏകദേശം ഒരു 20 സെന്റിമീറ്റർ ഹൈറ്റ്, 30 സെന്റിമീറ്റർ വിടുത്ത് ആ വരുന്ന കട്ടയാണ് ഇതിന് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 13 ലോഡോളം ടോട്ടൽ ആയിട്ടുണ്ട്. പ്രൊജക്ടിന് വേണ്ടി ആവശ്യാർത്ഥം വന്നിട്ടുണ്ട്. പിന്നെ റഫീഖിന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് റഫീഖിന് ഈ ചേമ്പിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പം ഇവിടെ ഒരു ചേമ്പ് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇവിടെ മാത്രമേ 2 പോർഷൻ ചെയ്തിട്ടുണ്ട്. 2 പോർഷൻ വെച്ചിട്ടുണ്ട്. ഇത് എന്താണ് ഈ ഒരു ഇതിന്റെ പ്രത്യേകത? ഇത് കണ്ടിട്ട് തന്നെ ഭയങ്കര ഭംഗിയുണ്ട്. പക്ഷെ ഇതൊക്കെ നാട്ടിൽ കിട്ടുന്ന ഒരു പ്ലാന്റ്സ് ആണത്. പക്ഷെ നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്, ആർട്ടിഫിഷ്യൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ അത് വെച്ചുകൊണ്ട് ആ ഏരിയ നമുക്ക് എന്ത് പ്രത്യേക ഹൈലൈറ്റ് ചെയ്യാൻ കാണിക്കാൻ പറ്റുന്നുണ്ട്. വലിയ കോസ്റ്റ്ലി സാധനം വരാതെ ചേമ്പ് വെച്ച് ഭംഗി കൂട്ടിയിരിക്കുന്നു. ബ്രില്യൻസ് ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം, എന്റെ സിറ്റ് ഔട്ട് പോർഷനിലേക്ക് വരാം. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ലെങ്തി സിറ്റ് ഔട്ട് ആണ് കൊടുത്തത്. എന്തായിരുന്നു ഇവിടെ റഫീഖിന്റെ ഇംപ്ലിമെന്റേഷൻ? ഇത് ലെങ്ത് കൊടുക്കാൻ കാരണം ഇത് ഡയറക്ഷൻ നോക്കുമ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പ് വാസ്തുപ്രകാരം കേക്കോട്ടാണ് എൻട്രി കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് സ്റ്റെപ്പിന് ഇങ്ങോട്ട് എൻട്രൻസ് കൊടുത്തത്. പിന്നെ ഈ പാട്ട് കൊടുക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാൻസ് അവർ സെറ്റ് ചെയ്തത്. കാരണം ഈ ഡിസ്റ്റൻസ് കുറവാണല്ലോ. അപ്പോൾ ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി പ്രൈവസി വേണമെന്നുണ്ട് ഔട്ടർ പാർട്ടിലോട്ട്. അപ്പോൾ അതിനാണ് ഇതിങ്ങനെ സിറ്റ് ഔട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടൈൽസ് 4x2 ടൈൽസ് കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ബൗണ്ടറിയിൽ ഗ്രാനൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സിമ്പിൾ ആയിട്ട് അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് അകത്തോട്ട് കടന്നിട്ട് അകത്തെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കടന്നിരിക്കുന്നു. സിറ്റ് ഔട്ടിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഇവിടുത്തെ ചെങ്കൽ എന്നാണ് നമ്മുടെ ലാറ്ററൈറ്റ് സ്റ്റോൺ ചെങ്കൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ പ്രതീക്ഷ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രതീക്ഷയോട് സംസാരിച്ച പ്രതീക്ഷ ഹൗസ് ഓണറാണ്.
നമുക്ക് വീഡിയോയുടെ അവസാനം അവരെ കാണാം. അപ്പോൾ പ്രതീഷ് പറഞ്ഞത് ഇവിടുത്തെ ഈ കട്ടയുടെ ഈ ക്വാളിറ്റി ആണ് ഇവിടെ കിട്ടുന്നത്. പക്ഷെ കണ്ണൂര് ഇരിട്ടിന്ന് ഇതിലെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കിട്ടുന്നുണ്ട്, അവിടെ നിന്നാണ് കിട്ടുന്നത്. അത് വരുമ്പോൾ ഏകദേശം ഒരു 70 രൂപയുടെ അടുത്ത് വരുന്നു. ഇവിടെ ആവുന്നുണ്ട്, ഇവിടെ എത്തുന്നുണ്ട്. കാരണം ടോട്ടൽ ഒരു കോസ്റ്റ് വരുന്നത് അൺലോഡ് ഇതടക്കം ഇവിടെ എമൗണ്ട് വരുന്നുണ്ട്. നമ്മുടെ സൗത്തിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 125-130 റുപ്പീസ് ആണ് അങ്ങോട്ട് വരുന്നുണ്ട് അപ്രോക്സിമേറ്റ് കോസ്റ്റ് വരുന്നത്. അപ്പം ഇതാണ് ഈ സ്റ്റോണിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ സ്റ്റോൺ യൂസ് ചെയ്തതാണ്, ലേബർ കുറച്ചു, അപ്പം കോസ്റ്റിംഗ് കുറഞ്ഞു. കോസ്റ്റ് കുറഞ്ഞ പ്ലാസ്റ്ററിംഗ് ഇല്ല, അതേ മേലെ പെയിന്റിങ് വരുന്നില്ല, പുട്ടി അപ്ലൈ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇതൊന്നും ചെയ്യാതെ വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് ഇത് പിന്നെ മെസറിന്റെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ക്ലിയർ മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ അത് അത്രയും കൂടെ കോസ്റ്റിനെ ഇതിനെ കുറിച്ച്. പിന്നെ ഇവിടെ ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടി വെളിയിൽ നിന്ന് അകത്തുനിന്ന് വെളിയിലോട്ട് നോക്കാനുള്ള ഒരു ട്രാൻസ്പെറൻസിക്ക് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഡോർ. ഈ ഡോർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ, ഒന്നുമില്ല, മിനിമലായിട്ട് ഒന്നുമില്ല. ഈ ലെങ്തി ഹാൻഡിൽ മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ലെങ്തി ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, അത് പൗഡർ കോട്ടൺ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ പീസ് മാത്രം. പിന്നെ ഇത് തേക്കൂട്ടിലാണ്, നാച്ചുറൽ തേക്കൂട്ട, നാച്ചുറൽ തേക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നാച്ചുറൽ ആണ് ഇഷ്ടം. നമുക്ക് പക്കറി എക്കോ ഫ്രണ്ട്ലി ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അകത്തെ വിശേഷങ്ങളുണ്ട്. ഓക്കെ. ഇവിടെ മനോഹരമായിട്ടുള്ള അകത്തളം, വളരെ എന്താ പറയാ, സിമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതില് ഇന്റീരിയറിലും വലുതായിട്ട് പൈസ വന്നിട്ടില്ല. ഇപ്പം ഇന്റീരിയറിലാണെങ്കിൽ ഇതിന്റെ സീലിംഗ് സൈഡ് കൊടുത്തിരിക്കുന്നത് നോർമൽ സീലിംഗ് ആണ്, ഒന്നുമില്ല, പക്ക ഡയറക്റ്റ് പുട്ടി അപ്ലൈ ചെയ്തോളൂ. പക്ഷെ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ചെറിയ എലമെന്റ്സ് എന്ന് പറയുന്നത് ഒരു വുഡിന്റെ ഒരു റീപ്പർ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആ അപ്ലൈ ചെയ്ത ആ സാധനം നമ്മുടെ സ്ക്രാപ്പിൽ നിന്ന് ഒന്നാണ്. അത് നമ്മുടെ വിൻഡോസ് കൊടുത്തിരിക്കുന്ന ഈ നോർമൽ പ്ലാവിന്റെ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്, പ്ലാവിന്റെ തടി കൊടുത്തു. അപ്പൊ ഇതിന് അകത്ത് കൊടുത്തിരിക്കുന്ന റോഡിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 16 mm. പിന്നെ ഗ്ലാസ് ടഫൻ ആണോ? നോർമൽ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഡിസൈൻ കൊടുത്തിട്ട് ചെയ്യിച്ചത്, ഇത് മൊത്തത്തിലാണ് ചെയ്യിച്ചത്. ഈ ഫർണിച്ചർ ഉണ്ട്, ഫർണിച്ചറിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്റ്റെയർ, ഒരു പോർഷന്റെ റൂഫിംഗ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് മെറ്റൽ പാർട്ട് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇത് ചെയ്ത് എല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് ഒരുമിച്ച് ചെയ്തപ്പോഴത്തേക്ക്, ഒരു പ്ലാൻ ചെയ്ത് ഒരുമിച്ച് ചെയ്തപ്പോഴത്തേക്ക് കോസ്റ്റ് നല്ല ഒരുപാട് കുറയും. ഫസ്റ്റ് ഇനീഷ്യൽ തന്നെ നമ്മൾ ഇതിന് കറക്റ്റ് ഒരു ഡീറ്റെയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലയന്റിന്റെ റിക്വയർമെന്റ് അങ്ങനെ ആയിരുന്നു. ഞങ്ങൾ 25 സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ് ആണ്. 25 സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ്. പിന്നെ കുറച്ച് പ്രതീക്ഷിക്കാത്ത വർക്ക് ഇതിനകത്ത് വന്നു. ഫൗണ്ടേഷന്റെ കേസിലാണെങ്കിൽ തന്നെ കുറച്ച് അഡീഷണൽ എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കോളം ഫുട്ടിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വന്നു. കാരണം ഇവർ ലാൻഡ് എടുക്കുന്ന ടൈമിൽ അറിയത്തില്ലായിരുന്നു, എക്സ്കവേഷൻ ചെയ്യുന്ന ടൈമിലായിരുന്നു നമ്മൾ ഇതിന്റെ സിറ്റുവേഷൻ കറക്റ്റ് മനസ്സിലാക്കിയത്. റഫീഖ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഒരു സ്ഥലം പ്ലോട്ട് എടുത്തു, ഒരു ക്ലയന്റ് പ്ലോട്ട് എടുത്തു, അപ്പൊ അവിടെ എന്ത് തരം ഫൗണ്ടേഷൻ ആണെന്ന് നിർണ്ണയിക്കാൻ അവിടെ ഒരു സോയിൽ ടെസ്റ്റ് ചെയ്താൽ പോരെ? അല്ല, അത് സോയിൽ ടെസ്റ്റ് ചെയ്യുന്ന മുമ്പ് നമുക്ക് ആ സോയിൽ ടെസ്റ്റ് ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ എക്സ്കവേഷൻ ചെയ്യും ഒരു പോർഷനിൽ. അങ്ങനെ എക്സ്കവേഷൻ ചെയ്യുന്ന ടൈമിലാണ് ഇവിടെ പഴയ വെട്ടുകല്ലിന്റെ സ്ഥലമാണെന്ന് മനസ്സിലാക്കിയത്. അതിനകത്താണ് എനിക്ക് അത്ര കോസ്റ്റ് പിന്നെ കൂടുതൽ കോളം ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ഏകദേശം ഒരു 25 അല്ലെങ്കിൽ 27 ഈ പ്രൊജക്ട് കംപ്ലീറ്റ് നിർത്താൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നുകൊണ്ടാണ് മാത്രം ആ എമൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്തത്. പക്ഷേ സോയിൽ ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിലും നമുക്ക് ഈ ഒരു അപാകത കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത. അതെ, കാരണം ഇവര് 30 years മുമ്പ് തന്നെ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ടാകും അവർ പറയുന്നത്. അപ്പോൾ അവർ എത്രത്തോളം നമുക്ക് ആർക്കും അറിയുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇതിലോട്ട് കടന്നു വന്ന് ഇവിടെ ഒരു പോർഷൻ, ഒരു ചെറിയൊരു സ്വിംഗ് കൊടുത്തിട്ടുണ്ട്. സ്വിങ്ങിനോട് ചേർന്നിട്ട് തന്നെ ഒരു വുഡ് ടൈല് കൊടുത്തിട്ട് ഇവിടെ ഒരു തുളസിത്തറ പോലെ ഒരു വിളക്ക് കത്തിക്കാനുള്ള, പുള്ളിക്കാരി ഭയങ്കര ഭക്തയാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്തേക്കുള്ള ആക്സസിന് ഗ്ലാസ്, ഒരു വലിയ ഗ്ലാസ്, അത് ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടഫൻ ഗ്ലാസ്സിലൂടെ പുറത്തൂടെ വിഷൻ കിട്ടും, ലൈറ്റ് വരും. തന്നെ ഈ സംഭവത്തിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ടുണ്ട്. ഇനിയാണ് ഇതിന്റെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്നത്. ഡൈനിങ് സ്പേസ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഡൈനിങ് സ്പേസിൽ ഡൈനിങ് ടേബിളും ഇവിടെ സ്ട്രക്ചറുകാരെ കൊണ്ട് വർക്ക് ചെയ്യിച്ചപ്പോൾ ചെയ്തതാണ്. അതിന്റെ മുകളിലുള്ള ഗ്രാനൈറ്റ് സ്ലാബ് മാത്രം നമ്മൾ വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇതിന് മേലെ ചെയ്തിട്ടുള്ളൂ. ബാക്കി ലെഗെല്ലാം ഇവിടെ കസ്റ്റമൈസ് ചെയ്താണ്. ഇനി ചെയർസ് വാങ്ങിച്ചു. അപ്പം അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഇവിടുത്തെ ക്ലയന്റിന്റെ ഏറ്റവും വലിയ റിക്വയർമെന്റ് ആയിരുന്നു എന്ന് പറയുന്നു പാറ്റിയോ, അല്ലേ? അപ്പൊ അതെങ്ങനെയായിരുന്നു റഫീഖ് ആ പാറ്റിയോയിലേക്ക് എത്തിപ്പെട്ടത്? പാറ്റിയോ എന്ന് പറഞ്ഞാൽ ഇതിൽ സെറ്റ് ബാക്ക് ആണ് മാക്സിമം നമ്മൾ ആ ഏരിയ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചതാണ്. കാരണം ഒന്നുമില്ല, ഇത് പക്കാ മിനിമലായിട്ട് ഒന്നും ചെയ്തത്. ഇത് കോമ്പൗണ്ട് വാളിന്റെ എൻഡ് വരുന്നത്, അതിന്റെ മേലെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഗ്രില്ല് ചെയ്തു.
കാരണം ഇത് നേരെ പ്ലാസ്റ്റർ ചെയ്തു, അതിന് മേലെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, അതിന് മേലെ ഡയറക്റ്റ് കളികൾ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ സെറ്റ് ചെയ്തു, എടുത്തിട്ടില്ല, ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ അത് വന്ന് വളരെ സിമ്പിൾ ആയി. ഇവിടെ ആ താന്തൂർ സ്റ്റോൺ താന്തൂർ വെളിയിൽ ചെയ്ത ചെറിയൊരു ചെടിയുടെ പ്ലാൻസ് കൊടുത്തു. പിന്നെ പടർന്നു മൊത്തം ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആവും. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് മെറ്റലിന്റെ ഫ്രെയിം, മെറ്റൽ ഫ്രെയിം ആണ്. പിന്നെ ഈ സ്ലൈഡിങ് കൊടുത്തുള്ള അൾജീരിയയുടെ സെക്ഷനാണ്. അലൂമിനിയം അൾജീരിയൻ സെഷൻ. ശരിക്കും അലൂമിനിയം അൾജീരിയൻ സെഷൻസ് ആണ് അലൂമിനിയത്തിന്റെ മിഡ് ആയിട്ടുള്ള സംഭവം. അത്യാവശ്യം കോസ്റ്റും കുറവാണ്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും, ക്വാളിറ്റിയും കൂടുതലാണ്. ഇന്ന് ഇതിന്റെ കേരളത്തിലുള്ള ബ്രാൻഡുകളിൽ ലീഡിംഗ് ആയിട്ടുള്ളത് ഹിൻഡാൽകോ എവർലാസ്റ്റും ജിൻഡാൽ അലൂമിനിയമാണ്. അത് രണ്ടുമാണ് അത് മാക്സിമം ഉള്ളത്. അപ്പൊ ഇതിന്റെ ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുന്നതിന് മുന്നേ ഇവിടെ നമ്മുടെ കിച്ചന്റെ സൈഡ് ഉണ്ട്. കിച്ചൺ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, കാരണം ഇവിടെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിച്ചൺ ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും ലിവിങ് ആണെങ്കിലും എല്ലാം ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഒരു ഫസ്റ്റ് റിക്വയർമെന്റ് ഇതായിരുന്നു കേട്ടോ. ഈ ഓപ്പൺ സ്പേസ് വരുമ്പോൾ കോസ്റ്റ് കുറയും. ഒരുപാട് വാളുകൾ നമ്മൾ കട്ടായി പോയി. ഈ വാളുകൾ കട്ടായി പോകുമ്പോൾ ബെനിഫിറ്റ് കൂടുതലാണ്. കാരണം നമുക്ക് കിട്ടുന്ന ഒരു വർത്ത് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓപ്പൺ സ്പേസ് ആകുമ്പോൾ നമുക്ക് ആ വീടിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഒരിക്കലും ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ല, ഒരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യില്ല, ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. പക്ഷെ ഇതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഓരോ ക്ലയന്റിന്റെ ഓരോ ടേസ്റ്റ് ആണത്. പ്രൈവസി മൊത്തത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് എൻക്വയറീസ് ഇങ്ങനത്തെ ടൈപ്പ് എൻക്വയറീസാണ് വരാറുള്ളത്. കൂടുതൽ ഓപ്പണബിൾ ആയിരിക്കണം. ഇപ്പൊ എല്ലാവരും ഓപ്പൺ മൈൻഡ് ആണല്ലോ, അതുപോലെ തന്നെ അവർ വീടും അതിലോട്ട് ആയിട്ടുണ്ട്. പിന്നെ ഈ വീടിനകത്ത് വോളിന്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് സ്ലാബുകളുടെ എണ്ണം കുറയും. ആ സ്ലാബുകളുടെ എണ്ണം കുറയുമ്പോൾ തന്നെ കോസ്റ്റ് ഒരുപാട് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് എന്ത് ടൈപ്പ്? ഇത് ലാമിനേഷൻ മൈക്കാണ്. ഇത് പിന്നെ സ്ട്രക്ചർ ചെയ്തുള്ളത് പിന്നെ PVC ബോർഡ്, നമ്മളെ മൾട്ടിവുഡ് എല്ലാം പറയില്ലേ, അത് അങ്ങനത്തെ ഒരു ബോർഡ് വെച്ചിട്ട് അതിന്റെ മേലെ ലാമിനേഷൻ അപ്ലൈ ചെയ്ത മൈക്കാണ്, മാറ്റ് ഫിനിഷിംഗ്. അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലെ? കിച്ചണിൽ ഒരു ഓപ്പൺ കൊടുക്കുന്നത് എല്ലാം ക്ലോസ് ചെയ്യാതെ അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു കിച്ചൺ ഒന്നും കൂടി ഭംഗി കൂടും. ഇതൊരു നല്ല സൂപ്പർ ഐഡിയ ആണ്. ഇവിടുത്തെ ഹൗസ് ഓണറുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിരുന്നു ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സംഭവങ്ങളുടെ സ്മെല്ലുകൾ പുറത്തോട്ട് പോകുന്നുള്ളത്. അപ്പൊ അതിന് സെറ്റ് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്നില്ല. വർക്ക് ഏരിയ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത്. സാധാരണ എല്ലാവരും കിച്ചൺ തന്നെ രണ്ടെണ്ണം കൊടുക്കുമ്പോൾ അവിടെ കോസ്റ്റ് കൂടും. ആ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, കാരണം അവർ ആദ്യം തന്നെ പറയും ഒറ്റ കിച്ചൺ മതി, അവർ ആദ്യം തന്നെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു, അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് ആഹാരം കഴിക്കാനും ഫാമിലിയായിട്ട് കണക്റ്റഡ് ആവാനും പറ്റിയൊരു നല്ലൊരു കോൺസെപ്റ്റ്. ഇനി നമുക്ക് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ് കാണുന്നത്. മാസ്റ്റർ ബെഡ്റൂം എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതാണ് അടുത്ത കാണുന്നത്. ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ ISI ആണുള്ളത്. സ്ട്രക്ചറൽ ട്യൂബ്സിന് IS 4923 അതുണ്ടോ നോക്കണം. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് ആൻഡ് ആക്സസറി സ്റ്റോർ VGCB മലപ്പുറം. എന്തായിരുന്നു റഫീഖ് മാസ്റ്റർ ബെഡ്റൂമിലെ ഒരു ഇംപ്ലിമെന്റേഷൻ? കോമൺ ആയിട്ട് അവർ പറയുന്നത് ബാവിൻ്റെ വേണമെന്നുള്ളത് ഫസ്റ്റ്. പിന്നെ ബെഡ്റൂമിൻ്റെ അടുത്ത് ഒരിക്കലും വാൾ ഡ്രോപ്സ് കൊടുക്കുന്നത് പറയുന്നത്, അത് നമ്മൾ സെപ്പറേറ്റ് ഡ്രസ്സിംഗ് ഏരിയയിലോട്ടാണ് വാൾ ഡ്രോപ്സ് കൊടുത്തിട്ടുള്ളത്. അവർ റിക്വയർമെന്റ് ആ റൂം ഒന്ന് ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയാലോ, കാരണം ഇതിനകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സ്റ്റഡി ടേബിള് വിത്ത് ഒരു ലോങ് മിറർ വെച്ചു. കാരണം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ റൂം ഭയങ്കര വിശാലത ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ മാക്സിമം ഡ്രസ് റൂമിലോട്ടാണ് നമ്മൾ വാൾഡ്രോബ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡ്രസ്സിംഗ് റൂം അതിനോട് കണക്റ്റഡ് വാൾഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതിനോട് കണക്റ്റഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്ത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഒന്നും നോർമൽ സംഭവമാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ മാത്രം. അങ്ങനെ ആ ബാത്റൂം കഴിഞ്ഞു. വാർഡ്രോബ്സ് നോർമലി നമ്മൾ ഇവിടോട്ട് മാറി കൊടുത്തു, ഡ്രസ്സിംഗ് ടേബിളോട് ചേർന്നിട്ട് കൊടുത്തു. ബെഡ്റൂമിൽ അത് കണക്ട് ചെയ്തില്ല. ഈ ബെഡ്റൂമിൽ കണക്ട് ചെയ്തിട്ടില്ല. ഈ ബേ വിൻഡോ എന്ന് പറയുന്ന സംഭവം ശരിക്കും ഇന്റീരിയർ പാർട്ടിൽ ആൾക്കാർ ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് ബേ വിൻഡോ വേണമെന്ന് പറയുന്ന ക്ലയൻസ് ഉണ്ട്. ശരിക്കും ഇന്റീരിയർ ചെയ്യുന്ന സമയത്താണോ ബേ വിൻഡോ പ്ലാൻ ചെയ്യേണ്ടത്, അതോ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്താണോ? കൺസ്ട്രക്ഷൻ ഫസ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ബേ വിൻഡോ എല്ലാം പ്ലാൻ ചെയ്യണം. നല്ല കറക്റ്റ് ആയ സ്ട്രക്ചറിൽ ആ സ്കെൽട്ടൺ കറക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇന്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുക, കോസ്റ്റ് കൂടും. ഇതിന് അപ്രോക്സിമേറ്റ് ബേ വിൻഡോ നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് ചെയ്യുവാണെങ്കിലും കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ഇന്റീരിയർ സമയത്ത് പ്ലൈവുഡ് വെച്ചിട്ട് ഒരു ബോക്സ് പണി ഇത് നമുക്ക് വാൾഡ്രോബ്സിന്റെ ഒരു മിഡിൽ ആയിട്ട് കൊടുക്കുമ്പോൾ കോസ്റ്റ് ഒരുപാട് കൂടും. ഏകദേശം എത്ര ശതമാനം കൂടുമായിരിക്കും? നല്ലൊരു പെർസെന്റേജ് കൂടും. അങ്ങനെയൊക്കെയാണ് കോസ്റ്റ് കട്ട് ചെയ്യേണ്ടത്. ശരി. അപ്പൊ ഇനി ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറൽ സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു റഫീഖ് ഇവിടെ ഈ ഒരു ഇംപ്ലിമെന്റേഷൻ വന്നത്?
അല്ല ഇതിവിടെ നമ്മൾ പിന്നെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഈ സ്റ്റെയറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സ്റ്റെയർ ഇവിടെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട്. ശരിക്കും സ്റ്റെയറുകൾ പല വീടുകളിലും ഐഡിയൽ ആയിട്ട് പോകാറുണ്ട്. സ്റ്റെയറിന്റെ സ്പേസ് താഴെയുള്ള ഐഡിയൽ ആയിട്ട് പോകാറുണ്ട്. പക്ഷെ ഇവിടെ ഈ സ്റ്റെയറിന്റെ സ്പേസിന്റെ താഴെ നമ്മൾ അവർക്കൊരു പൂജാ സ്പേസ് പോലെ, പൂജാ സ്പേസ്, ചെറിയ സീറ്റിംഗ് സ്പേസ് അത്രേ ഉള്ളൂ. ചെറിയ സ്വിംഗിങ് കൊടുത്തു. സ്വിംഗിങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നോർമലായി. അപ്പൊ നമ്മൾ ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസ് നോക്കും. അപ്പർ ലിവിംഗ് സ്പേസിൽ ഫർണിച്ചേഴ്സ് ഒക്കെ വരാനുണ്ട് എങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോയി. ഇനി അപ്പർ ലിവിംഗ് സ്പേസിൽ ഒരു ബെഡ്റൂമാണ്, ഒരു ബെഡ്റൂം മാത്രം. ടോട്ടൽ 3 ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോർ 1 ബെഡ്റൂം. ഇതില് നമ്മൾ കോസ്റ്റ് ബഡ്ജറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് ഈ വീട്ടിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ് ഒഴിവാക്കി, വെളിയിലുള്ള പ്ലാസ്റ്ററിങ് ഒഴിവാക്കി, പെയിന്റിങ് പുട്ടി നമ്മളുടെ വെട്ടുകല്ല് കൊണ്ടുവന്ന് ചെയ്തു. പിന്നെ മുകളിൽ ഈ പോർഷൻ മുകളിൽ സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അല്ല, ഇത് ഇതിന് മുകളിൽ കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് നമ്മൾ ബെഡ്റൂം വരുന്നത് ഫാബ്രിക്കേറ്റ് ചെയ്താണ്, സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റ് ചെയ്താണ്. ഈ ബെഡ്റൂം സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ ആണ്. അതെ. അപ്പം മുകളിലുള്ള സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ ഈ ഒരു പോർഷൻ മാത്രമാണ്, ഈ പോർഷൻ മാത്രം. ബാക്കിയുള്ളിടത്ത് കോൺക്രീറ്റ്. ഈ പോർഷൻ മാത്രം അപ്പർ ലിവിംഗ് മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റൂഫ് കുറച്ചു, അതുപോലെ നമ്പർ ഓഫ് ഹോൾസ് കട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോസ്റ്റ് എലിവേഷന്റെ ഭംഗി കൂട്ടിയും ചെയ്യാം, കൂട്ടാനും പറ്റി. കാരണം ഈ റൂം ഇത്തിരി കൂടി ഹൈറ്റിലാണ് കൊടുത്തുള്ളത്, അതുകൊണ്ട് നമുക്ക് എലിവേഷൻ നല്ലൊരു ഭംഗി കിട്ടുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഇനി ഈ വീടിനെ ഒരുപാട് സ്വപ്നം കണ്ട് ആ ആൾക്കാരെ കൂടെ ഇതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്യിച്ച് അവരുടെ കൂടെ കാര്യം കേട്ടിട്ട് ഓക്കെ ആക്കാമല്ലോ. ശരി, എന്താണ് ഈ സ്വപ്ന സുന്ദര ഭവനത്തിന് ബാസുരി എന്ന പേരിടാണ്ടാകാം? അത് വളരെ സജഷനാണ്. അല്ല, അതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശിച്ചിട്ട് ഭഗവാന്റെ ഓടക്കുഴലാണല്ലോ ബാസുരി എന്ന്. കൃഷ്ണനെ നല്ലോണം ഇഷ്ടമാണ്, കൃഷ്ണഭക്തയാണ്. അപ്പോൾ കൃഷ്ണനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ കുറേ സെർച്ച് ചെയ്തു, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത സമയത്താണ് ബാസുരി എന്നുള്ളൊരു പേര് കിട്ടിയത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഹോൾസ് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ റഫീഖൊക്കെ എന്നോട് സംസാരിച്ചു, നമ്മൾ ആ ഹോൾസ് വരുമ്പോൾ അതൊരു ഓടക്കുഴൽ തീം പോലെ കൊടുക്കാമല്ലോ. അപ്പോൾ ഓടക്കുഴലിന് ഒരുപാട് ഹോൾസ് വരുമല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ ബാസുരി എന്ന് പേരിട്ടാലോ എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു പേരിലേക്ക് എത്തിയത്. ഇദ്ദേഹത്തിന്റെ പേര് പ്രജീഷ് മിഥുന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? പാഷ്യോ മാത്രമാണോ? അല്ല, ഊഞ്ഞാല്. പിന്നെ എല്ലായിടത്തും നമുക്ക് ഇരിക്കാൻ ഇഷ്ടമാണ്. അതെ, എല്ലാ കോർണറിലും നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇരുന്നിട്ട്. നല്ല രസമാണ്. കൺസെപ്റ്റ് ഉണ്ടായിരുന്നു വീട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ റഫീഖിനോട് ഷെയർ ചെയ്ത് അതിനേക്കാളും വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് ചെയ്തു തന്നത്. അങ്ങനെ ഒരു സ്വപ്നം 100% ഉള്ള നിങ്ങളുടെ ആ സ്വപ്നം പൂർണ്ണമാക്കി തന്നത്. അപ്പം എല്ലാ ആയുരാരോഗ്യ സൗഖ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്കിവിടെ വന്ന് ഈ വീഡിയോ എടുക്കാൻ അനുവദിച്ചതിൽ അങ്ങേറ്റം നന്ദി. പിന്നെ റഫീഖിനും എന്നെ വിളിച്ചതിനും നന്ദി. പിന്നെ റഫീഖിന് ഒരുപാട് കൺഗ്രാറ്റ്സ്. കാര്യം ഇന്നത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ വീടിന് അനാവശ്യമായിട്ട് പൈസ മുടക്കുക എന്നുള്ളതാണ്. ആ പൈസ വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഓരോ സെക്ഷനിലും കൃത്യമായിട്ട് ചെയ്ത് വളരെ ലാഭകരമാക്കിയിട്ട് പ്രാക്ടിക്കലി വളരെ പ്ലാനിങ്ങോടുകൂടി ചെയ്ത് കറക്റ്റ് ചെയ്തു. അതിൽ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫ്രീഡം ഒരുപാട് റഫീഖിന് കൊടുത്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഒരു ഇത്. പിന്നെ നിങ്ങളുടെ സജഷൻസും കൊടുത്തു. അപ്പോൾ വളരെ മനോഹരമായ എല്ലാം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും നമ്മുടെ വീഡിയോ ബൈ വിഷ്ണു വിജയൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.